ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങളിൽ 8 മണിക്കൂറോളം നീണ്ട മൊഴിയെടുക്കൽ. പ്രത്യേക അന്വേഷണ സംഘത്തോട് പി.വി. അൻവർ എന്തൊക്കെ പറഞ്ഞു കാണും? നേരത്തെ ഉന്നയിച്ച ആരോപണങ്ങളിൽ തെളിവുകൾ കൈമാറിയെന്നാണ് വിവരം. തൃശൂർ ഡിഐജി തോംസൺ ജോസിന്റെ നേതൃത്വത്തിലാണ് അൻവറിന്റെ മൊഴിയെടുത്തത്. മന്ത്രിമാരുടെ ഫോൺ ചോർത്തലടക്കം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി, എഡിജിപി എം.ആർ. അജിത് കുമാർ എന്നിവർക്കെതിരെ 15 പരാതികളാണ് അൻവർ ഉന്നയിച്ചിട്ടുള്ളത്. രാവിലെ 11 മണിയോടെയാണ് തൃശൂർ ഡിഐജി തോംസൺ ജോസിന് മുൻപിൽ മൊഴി നൽകുവാനായി പി.വി. അൻവർ മലപ്പുറം ഗസ്റ്റ് ഹൌസിലെത്തിയത്. അദ്ദേഹത്തിന്റെ മൊഴി നൽകുന്ന നടപടി രാത്രി 8:45 നീണ്ടുനിന്നു. അത്രയും ദൈർഘ്യമേറിയ നടപടിക്രമങ്ങളാണ് പൂർത്തിയാക്കിയത്. അദ്ദേഹവും പി.വി. അൻവർ എം.എൽ.എ മാത്രമായിരുന്നു റെക്കോർഡിംഗ് മുറിയിലുണ്ടായിരുന്നത്. അത് ക്യാമറയിൽ ചിത്രീകരിക്കുകയും ചെയ്തു. മുഖ്യമന്ത്രിക്ക് മുൻപിൽ നൽകിയ പരാതിയിൽ അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങൾക്കുള്ള തെളിവുകൾ, അതിന്റെ വിശദമായ മൊഴികളുമാണ് അദ്ദേഹം പി.വി. അൻവർ പോലീസിന് മുൻപാകെ, ഡിഐജിക്ക് മുൻപാകെ ഹാജരാക്കിയത്. മാധ്യമങ്ങൾക്ക് നൽകാത്ത ചില തെളിവുകൾ കൂടി ഈ ഒരു മൊഴിയെടുപ്പിന്റെ സമയത്ത് പോലീസിന് നൽകിയെന്നും പി.വി. അൻവർ എം.എൽ.എ അതിനുശേഷം മാധ്യമങ്ങളോട് വ്യക്തമാക്കി. നിലവിൽ കിട്ടിയ സൂചനാ തെളിവുകൾ മുഴുവനായിട്ടും ബഹുമാനപ്പെട്ട ഡിഐജിക്ക് എക്സ്പ്ലെയിൻ ചെയ്തു കൊടുത്തു. അദ്ദേഹം മുഴുവൻ അത് എഴുതി വളരെ സമാധാനത്തോടു കൂടി അദ്ദേഹത്തിന്റെ പെരുമാറ്റവും ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് എന്നോട് ചോദിച്ച ചോദ്യങ്ങളുമൊക്കെ തന്നെ അദ്ദേഹം വളരെ സത്യസന്ധമായി ആ റിപ്പോർട്ട് നൽകും എന്നാണ് ഇപ്പോൾ ഞാൻ വിശ്വസിക്കുന്നത്. അതോടൊപ്പം തന്നെ രാഷ്ട്രീയമായിട്ടുള്ള ചില ആരോപണങ്ങളും അദ്ദേഹം ഉന്നയിച്ചു. നേരത്തെ എഡിജിപി അജിത് കുമാർ RSS നേതൃത്വവുമായി നടത്തിയ കൂടിക്കാഴ്ച, അതേക്കുറിച്ചായിരുന്നു പി.വി. അൻവർ എം.എൽ.എയുടെ രാഷ്ട്രീയ ആരോപണം. വി.ഡി. സതീശൻ ഈ ഒരു വാർത്താ സമ്മേളനം, കഴിഞ്ഞ ബുധനാഴ്ച വാർത്താ സമ്മേളനം തിടുക്കത്തിൽ വിളിച്ച് എഡിജിപി അജിത് കുമാറിന്റെ ഈ RSS കൂടിക്കാഴ്ചയെക്കുറിച്ച് പറഞ്ഞതിന് പിന്നിൽ രാഷ്ട്രീയമാണ് അൻവർ പറഞ്ഞത്. ഈ ഒരു കൂടിക്കാഴ്ചയെക്കുറിച്ച് തനിക്ക് നേരത്തെ തന്നെ വിവരം ലഭിച്ചിരുന്നു. തനിക്ക് ഈ വിവരം ലഭിച്ചു എന്ന് വി.ഡി. സതീശൻ അറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വിവരം അദ്ദേഹം ആദ്യം പുറത്തുവിട്ടത്. തുടർന്ന് അത് പിണറായി സർക്കാരിന്റെ, മുഖ്യമന്ത്രിയുടെ തലയിൽ കെട്ടിവെക്കാനുള്ള ശ്രമമാണ് നടത്തിയത്. ശരിക്കും എഡിജിപി അജിത് കുമാർ ഈ ഒരു കൂടിക്കാഴ്ച നടത്തിയത് വി.ഡി. സതീശന്റെ ഒരു കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി അതിനുകൂടി വേണ്ടിയാണെന്ന് രാഷ്ട്രീയമായിട്ടുള്ള ഒരു ആരോപണവും പി.വി. അൻവർ എം.എൽ.എ ഉന്നയിച്ചു. അതോടൊപ്പം ജില്ലയിലെ അദ്ദേഹം നേരത്തെ ഉന്നയിച്ചിരുന്ന പോലീസിനെതിരായ ആരോപണങ്ങളിൽ അല്പം കടന്നു തന്നെ അദ്ദേഹം ചില കാര്യങ്ങൾ വെളിപ്പെടുത്തി. സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെടുത്തി കാരിയർമാരായി വരുന്ന സ്ത്രീകളെ പോലീസ് ഉദ്യോഗസ്ഥർ ലൈംഗിക വൈകൃതങ്ങൾക്ക് വിധേയരാക്കുന്നു എന്ന കടുത്ത ഒരു ആക്ഷേപമാണ് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകരോട് പങ്കുവച്ചത്. ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പുറത്തുവരും എന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം സുജിത് ദാസ് IPS അദ്ദേഹം SP ആയിരിക്കുന്ന സമയത്ത് കോട്ടയ്ക്കൽ പോലീസ് സ്റ്റേഷൻ വളപ്പിൽ ഒരു കെട്ടിടം നിർമ്മിച്ചുവെന്നും അത് അനധികൃതമാണെന്നും സർക്കാരിന് അനുമതിയില്ലാതെയാണെന്നും അതിന്റെ പേരിൽ വലിയ പണപ്പിരിവ് നടത്തിയെന്നൊരു ആരോപണവും സാമ്പത്തിക ആരോപണവും അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട്. താൻ നൽകിയ വാട്സ്ആപ്പ് നമ്പറിലേക്ക് ഒരുപാട് പരാതികൾ വരുന്നുണ്ട് പോലീസിലെ പുഴുക്കുത്തുകളെക്കുറിച്ച്. അതേക്കുറിച്ച് വിശദമായിട്ട് അന്വേഷിച്ച് മുഖ്യമന്ത്രിക്ക് പരാതി കൈമാറുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. എന്താണെങ്കിലും ഈ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലുള്ള മൊഴിയെടുക്കൽ ഇന്ന് പൂർത്തിയായിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്ന മുറയ്ക്ക് വീണ്ടും പോലീസിന് കൈമാറുമെന്നും ഇപ്പോൾ നടക്കുന്ന അന്വേഷണത്തിൽ ശുഭപ്രതീക്ഷയുണ്ടെന്നും നടപടികൾ ഉണ്ടാകുമെന്നും പി.വി. അൻവർ എം.എൽ.എ പ്രതീക്ഷ പങ്കുവച്ചു. അഖിൽ ഊട്ടുപാറയ്ക്കൊപ്പം CV അനുമോദ്, News 18.